അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. വെറും 10 രൂപ പോലും ചിലവില്ലാതെ ഒരു എക്സ്പ്ലോഷൻ ബോക്സാണ് ഞാനിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. ശരിക്കും ഒരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. സിമ്പിൾ ബഡ്ജറ്റിൽ പറയുവാണെങ്കിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. ഞാനൊരു 21 സെൻറ്റിമീറ്ററാണ് അളവെടുത്തിരിക്കുന്നത്. നീളം വീതി എല്ലാം 21 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇതിനെ 3 പാർട്ടാക്കി, അതായത് 7 സെൻറ്റിമീറ്റർ വരുന്ന 9 കോളങ്ങൾ ഉണ്ടാക്കുക. അതെല്ലാം വരച്ചെടുത്ത ശേഷം ആ വരകളിലൂടെ എല്ലാം ഇങ്ങനെയൊന്നും മടക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓരോന്നും മടക്കിയെടുത്ത ശേഷം 4 കോർണറിലെ കോളങ്ങളിലും ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് സെൻട്രൽ ഒരു മടക്ക് വരുന്ന പോലെ മടക്കിയെടുക്കുക. ഞാനിവിടെ പിങ്ക് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കുക കേട്ടോ. 4 സ്ക്വയറിലും ഈ ഒരു പിങ്ക് കളർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഓരോന്നും ശ്രദ്ധിച്ചൊട്ടിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി നീറ്റ് ആയിരിക്കും. സൈഡ് നമ്മുടെ വൈറ്റ് പേപ്പർ കാണണം കേട്ടോ. പിന്നെ ഹാർട്ട് ഷേപ്പിൽ ഈ പിങ്ക് കളർ പേപ്പർ 4 എണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താ വെച്ചാൽ ലാഭം, അതായത് നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും. അതായത് 4 വ്യത്യസ്ത അളവുകളാവില്ല. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4 കോർണറിലെ ഹാർട്ടും ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ ഫേവറേറ്റ് കളർ ഈ ഒരു പിങ്ക് അല്ല, എന്നാലും ആ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് എടുത്ത്. നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സൊക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. ചിലർക്ക് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. പിന്നെ വിഷസ് എഴുതാനായിട്ട് ഞാനിവിടെ കുറച്ച് കാർഡ്സും എൻവലോപ്പും അങ്ങനെ കുറച്ച് ബുക്ക് ഓപ്പൺ ചെയ്യുന്ന പോലെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളും ഇതേ ടൈപ്പ് ഉണ്ടാക്കുക. പക്ഷേ ഉള്ളിൽ എഴുതേണ്ട വിഷസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടൈപ്സ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അകത്തും ഒരു ചെറിയ ബോക്സ് പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന വിധത്തിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബോക്സ് പോലെ റെഡിയാക്കുന്നുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിലും പിങ്ക് കളർ പേപ്പർ സ്ക്വയറിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ 5 എണ്ണമാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഒരു സ്പേസ് പോലെയും കുറേ ബലൂണുകൾ എന്നൊക്കെ പറയാം, അതൊക്കെ പോലെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ബോക്സിൽ ഉണ്ടാക്കിയ സെയിം സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല. നമ്മൾ കുറച്ച് വെറൈറ്റിക്ക് ആയിട്ട് കുറച്ച് കൂടുതൽ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഐഡിയാസൊക്കെ നമ്മൾ നോക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഏതും എനിക്ക് സെറ്റായില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആവും. അപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെ തന്നെ ഏകദേശം ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ബോക്സിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കുറച്ച് വിഷസ് കാർഡ് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ബോക്സും അതിനൊരു അടപ്പും സെറ്റ് ചെയ്യുന്നുണ്ട്. എംപ്റ്റി ആയിട്ട് വിട്ടാൽ ഭംഗി ഉണ്ടാവില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാനിവിടെ ഒരു പൂവ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ഷേപ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതെൻ്റെ സ്ഥിരം പൂവാണ്. ഇത് മാത്രമേ എനിക്ക് നേരെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. എല്ലാവർക്കും എളുപ്പവും ഇതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിന് അടപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അടപ്പിനായിട്ട് ഞാനൊരു സ്ക്വയർ സെയിം നമ്മൾ എടുത്ത 7 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വേണം കേട്ടോ അത് എടുക്കാൻ. എന്നാൽ മാത്രം അത് അടച്ച് വെക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 7 സെൻറ്റിമീറ്റർ എടുത്തോളൂ. ആ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സൈഡ് കുറച്ചൊരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സെറ്റായാൽ നമുക്ക് 2 ബോക്സ് സെറ്റാക്കണം. 2 എണ്ണം അടച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല. കാരണം അത് ഇതിലൊക്കെ എന്താ എഴുതിയെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലും ഞാനൊരു പൂവ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഈ പൂവും ഇപ്പം എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലായിരിക്കും കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഫേവറേറ്റ് ആയത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുറന്ന് വരേണ്ടതാണ്. നമ്മുടെ ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണോ എന്നറിയില്ല ഇത് വരുന്നില്ലായിരുന്നു. അതൊന്നും കാര്യമില്ല. ബാങ്കിൻ്റെ ലോക്കറൊന്നും അല്ലല്ലോ, നമുക്ക് തള്ളി തുറക്കാവുന്നതേ ഉള്ളൂ. സംഭവം സൂപ്പറാണ്. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഗിഫ്റ്റ് വേറെ ഉണ്ടാവില്ല. പിന്നെ അതിനകത്ത് ഗിഫ്റ്റ് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കാം. പക്ഷേ അതിനുള്ളിൽ തികയുന്നത് തന്നെ ആയിരിക്കണം കേട്ടോ. അതായത് പെണ്ണൊന്നും അതിനുള്ളിൽ വെക്കാൻ പറ്റൂല. കുറേ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഗിഫ്റ്റ് കുറച്ചുകൂടി മൂല്യം കൂടുതലായിരിക്കും. ഗിഫ്റ്റ് കൊടുത്താൽ എന്തായാലും എല്ലാവരുടെയും വാങ്ങുന്നവരുടെ മനസ്സ് നിറയുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഗിഫ്റ്റ് കൊടുത്ത് നോക്കിക്കോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. അതായത് വേറെ ഗിഫ്റ്റ് നോക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.